ഇന്നത്തെ മറ്റൊരു ദൃശ്യം നമ്മുടെ മുന്നിലേക്ക് എത്തിയത് തലക്കെട്ടിൽ നിറഞ്ഞത് മിന്നൽ പ്രളയം തകർത്തെറിഞ്ഞ ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ആ ഉത്തരാഖണ്ഡിലേക്ക് റിപ്പോർട്ടർ വാർത്താസംഘം എത്തിയിരിക്കുകയാണ്. റോഡുകളെല്ലാം തകർന്ന് ഒറ്റപ്പെട്ട ധരാലിയിൽ രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ദുരന്തഭൂമിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി പിയാ സുനിൽ ബിഗ് ഹെഡ്ലൈൻസ് വിത്ത് സുജയ പാർവതിയിൽ ചേരുന്നു. ഓവർ ടു യു പിയാ സുനിൽ. രാവിലെ തുടങ്ങിയ യാത്രയാണ്. രാവിലെ നമ്മൾ ഗഗ്നാനി മേഖലയിലെ കുത്തനെയുള്ള മലയിറങ്ങി. അത് അതിസാഹസികമായിരുന്നു. അതിനുശേഷം നദി മുറിച്ചു കടന്നു. 2 മരത്തടിക്ക് മുകളിലൂടെ കടന്ന് നദി മുറിച്ചു കടന്ന ശേഷം സമാനമായ മറ്റൊരു മല കൂടി, നമ്മൾ കുത്തനെയുള്ള മല കൂടി, ഹിമാലയത്തിലെ മല കൂടി കയറി റോഡിലേക്ക് എത്തി. പിന്നീട് 15 കിലോമീറ്റർ ദൂരം നടന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ചെങ്കുത്തായ കുഴികളുമൊക്കെയുള്ള പ്രദേശമായിരുന്നു. ആ പ്രദേശത്തുകൂടി നടന്ന് നമ്മളൊരു 15 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമുക്കൊരു വാഹനം കിട്ടി. വൈകിട്ടോടെയാണ് നമ്മൾ ഈ പ്രദേശത്തെത്തുന്നത്. ഏതാണ്ട് 6:30 മണി കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ദരാലിയിലേക്ക് പോകുന്നത്. ദരാലിയിൽ കണ്ട കാഴ്ച എന്നത് ആ ഗ്രാമമാകെ തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവിടെ ആകെ നമ്മൾ ആ ഒരു വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ആ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര മാത്രമാണ്. ബാക്കിയെല്ലാം ഒലിച്ചു പോവുകയും അല്ലെങ്കിൽ ഈ മണ്ണിനടിയിൽ അകപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരും അവശേഷിച്ചിട്ടില്ല. ആകെ ഈ മേഖലയിൽ നിന്ന് കിട്ടിയത് ഒരാളുടെ മൃതദേഹം മാത്രമാണ്. ബാക്കി ആരെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല എത്ര പേരെ കാണാതായി എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ അവ്യക്തത നിലനിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ഹർസിലിലെ ആർമി ക്യാമ്പിലാണ്. ഇവിടെയൊക്കെ കല്ലിന്റെ വലിയ വലിയ പാറക്കല്ലുകൾ നമുക്ക് കാണാൻ കഴിയും. ഹർസിലിലെ ഒരു മെസ്സ് തന്നെ ഒലിച്ചുപോയി. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നാളെ രാവിലെ കാണിക്കും. ഈ രാത്രി ആയതുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയില്ല. മാത്രമല്ല ഇവിടുത്തെ കമാൻഡിംഗ് ഓഫീസർ നാളെ നമ്മളോട് സംസാരിക്കാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ അക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ആ കാഴ്ചകൾ കൂടി കാണിക്കും. ഏതായാലും ഹർസിൽ ഈ ഒരു മെസ്സ് ഒലിച്ചു പോയപ്പോൾ 9 ജവാന്മാരെ കൂടി കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കൂടി അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ സുനിൽ, ഇപ്പോൾ പറഞ്ഞ ആ ഒരു യാത്ര അത് ഇന്നത്തെ പകലിൽ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ന്യൂസ് റൂമിൽ ഇരുന്നു കൊണ്ട് ഞെട്ടലോടെയാണ് കണ്ടത്. കാരണം അപകടം പതിയിരിക്കുന്ന പാതകളാണ്. ആ പാതയിലൂടെ ഏതാനും മീറ്ററുകളല്ല മണിക്കൂറുകൾ കാൽനടയായി സഞ്ചരിച്ചാണ് പിയാ സുനിലും ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയും ഇപ്പോൾ സുനിൽ നിൽക്കുന്ന ദുരന്തഭൂമിയിലേക്ക് ഹർസിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആ വഴി എങ്ങനെയായിരുന്നു, ആ യാത്ര എങ്ങനെയായിരുന്നു, അതുകൂടി പ്രേക്ഷകർക്ക്. വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന റോഡൊക്കെ ഒലിച്ചുപോയി. ഇപ്പോൾ വെറും പാറക്കൂട്ടങ്ങൾ മാത്രമാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. നദിയുടെ ഒരു ഭാഗത്തു കൂടി ഉള്ള ഒരു താൽക്കാലിക വഴിയിലൂടെ ദരാലിയിലെ ദുരന്തം നടന്ന മേഖലയിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ റോഡ് മാർഗമുള്ള ഈ ദരാലിയിലെ രക്ഷാപ്രവർത്തനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നത് ഇവിടുത്തെ കാഴ്ചകൾ വ്യക്തമാക്കുന്നതാണ്. ദരാലിയിലെ ദുരന്തഭൂമിയിലേക്ക് ദുർഘടം പിടിച്ച യാത്രയാണ്. ഞങ്ങൾ കുത്തനെയുള്ള മലയിറങ്ങി, നദി കടന്നു, അതുപോലെ തന്നെ മറ്റൊരു മല കയറി. ഇപ്പോൾ ഞങ്ങൾ ദരാലി മേഖലയിലേക്ക് നടക്കുകയാണ്. ഏതാണ്ട് 30 കിലോമീറ്റർ നടന്നു വേണം ഹർസിലെത്താൻ. ഹർസിലിനടുത്താണ് ഈ ദുരന്തം നടന്ന ദരാലി മേഖല. ഈ പോകുന്ന വഴിക്കൊക്കെ ഇതാണ് കാഴ്ച. ഇങ്ങനെ മലമുകളിൽ നിന്ന് ഈ കല്ലും പാറക്കല്ലുകളൊക്കെ ഇതുപോലെ ഇടിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഈ റോഡെല്ലാം ഇനി നന്നാക്കണം. നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര വലിയ റിസ്ക് എടുത്താണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. आगे रास्ता पैदल जाने के लिए रास्ता है और उसके बाद गाड़ी वाड़ी नहीं जाएगी. रोड नहीं है. जल्दी निकालो बहुत डेंजरस है इधर. ഗഗ്നാനിയിലെ ആ കൂറ്റൻ മല, ആ മുകളിൽ നിന്ന് ഞങ്ങൾ ഊർന്നൂർന്ന് ഞങ്ങൾ ഈ കാട്ടിനകത്ത് കൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. ദരാലിയിലെ ദുരന്തഭൂമിയിലാണ് റിപ്പോർട്ടർ സംഘം നിൽക്കുന്നത്. ഇവിടെ ഇതാണ് കാഴ്ച. പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലാണ്. NDRFും ആർമിയും ഒക്കെ തന്നെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട്. ദരാലിയിലെ ദുരന്തഭൂമിയിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ.
ധരാലിയിൽ നിന്ന്, ഹർസിലിൽ നിന്ന് ആ ദുരന്ത ഭൂമികയുടെ യഥാർത്ഥ ചിത്രം നാളത്തെ പ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. എങ്ങനെയാണ് ഒരു ഗ്രാമം അപ്പാടെ തൂത്തെറിയപ്പെട്ടത് എന്നത് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. അതാണ് ഓൺ സ്പോട്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നാളെ രാവിലെ കാണാം.